നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വായന നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളുമായി ഒരുമിച്ച് ആനന്ദിച്ച് സന്തോഷിക്കുന്നതാണ് ഈ വ്യക്തി ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, സത്യത്തിൽ ഈ വ്യക്തി അങ്ങനെ തന്നെയാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതം ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ? ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ ഏത് തലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വായനയിൽ നോക്കാനായിട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഉത്കണ്ഠ പോലെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നുകൂടിയിട്ടുള്ളത്. ശത്രുക്കളുമായി ഈ വ്യക്തി എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നിങ്ങൾക്കും നിങ്ങളുമായിട്ടുള്ള ഈ പ്രണയബന്ധത്തിന് വേണ്ടിയിട്ടും തന്നെയാണ്. ഈ പ്രണയബന്ധത്തിൽ മറഞ്ഞു കിടക്കുന്ന നെഗറ്റീവ് ഊർജങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ വ്യക്തി സ്പിരിച്വൽ പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനകളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല എന്തെങ്കിലും പ്രക്രിയകളോ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ആയിരിക്കാം. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിക്കുന്നതായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിശബ്ദതയായിക്കോട്ടെ, നിങ്ങൾ ഈ വ്യക്തിയോട് കാണിക്കുന്ന അവഗണനയായിക്കോട്ടെ, ഈ വ്യക്തിക്ക് സഹിക്കാനും ക്ഷമിക്കാനും ആവാത്ത വിധത്തിലാണ് നിലനിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഈ വ്യക്തി കണക്കാക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിനെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് പോസിറ്റീവ് ഊർജം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ഈ വ്യക്തി തയ്യാറാണ്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളിലെ പരിപൂർണതയിലേക്കാണ് ഈ വ്യക്തി എത്തി നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വായന തന്നെ നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ പോലും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ ഒരു പ്രണയബന്ധത്തിൽ ഒരു സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരണമെന്നും എല്ലാത്തിലും ഒരു ബാലൻസ് കണ്ടെത്തണമെന്നും ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഈ പ്രണയബന്ധത്തിൽ ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെ കുറിച്ചാണ് ഈ വ്യക്തി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്തോഷ വാർത്ത ഉടനടി ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഏതവസ്ഥയിലാണെങ്കിൽ പോലും, ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും, ഏത് വ്യക്തികളുടെ കൂടെയാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരിക തന്നെ ചെയ്യും. ആ വരുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയവും വേണ്ട എന്നുള്ളതാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങളുടെ മുഖം സന്തോഷമായിട്ടിരിക്കുക, ഇതിനു വേണ്ടി മാത്രമാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വ്യക്തി എന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഇവിടെ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള അടയാളങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി പലതരത്തിലുള്ള അടയാളങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മുഖമായിരിക്കാം, നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരിക്കാം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം.
ഇതെല്ലാം ഈ വ്യക്തിക്ക് ചുറ്റിനും കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ശത്രുക്കൾ ഇവിടെ എത്രത്തോളം ശ്രമിച്ചാലും നിങ്ങൾ രണ്ടുപേരെയും പിരിയിക്കുവാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ വ്യക്തിക്ക് അറിയാം ശത്രുക്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ശത്രുക്കൾക്ക് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കുമിടയിൽ ആത്മീയപരമായിട്ടുള്ള ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ശത്രുക്കൾക്ക് അറിയില്ല. ശത്രുക്കൾ വിചാരിക്കുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും സാധാരണ ഒരു പ്രണയമാണെന്നും ഒരു ജീവിതമാണെന്നും ആണ്. എന്നാൽ നിങ്ങൾ രണ്ടു പേർക്കും അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് കളഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു പ്രണയബന്ധമല്ല ഇത് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ശത്രുക്കൾ പോലും വന്നുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ ചൂഴ്ന്നു കയറാനാണ് ശത്രുക്കൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് ഊതി വീർപ്പിച്ച് വലുതാക്കിയെടുത്ത് നിങ്ങൾക്കിടയിൽ വിള്ളലുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ശത്രുക്കളുടെ ഏറ്റവും വലിയ പ്ലാനിങ് എന്ന് പറയുന്നത്. എന്നാൽ ഇനി ഇത് അങ്ങോട്ട് വില പോവുകയില്ല എന്നും ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരികയില്ല എന്നും തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ ശ്രമങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. അത് ഉറപ്പായിട്ടും നടപ്പിലാക്കണമെന്ന് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഈ പേഴ്സൺ എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണം ഒരു യാത്രയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യാത്ര എന്ന് പറയുന്നത് നിങ്ങളുമായി ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഒരുമിച്ചില്ലെങ്കിൽ ഇനിയും പലതരത്തിലുള്ള വിള്ളലുകളും തെറ്റിദ്ധാരണകളും ഉണ്ടാകുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണകളാണ് എന്നുള്ളതും കൂടി ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നു. നിങ്ങൾക്ക് പലതരത്തിലുള്ള ചിന്തകൾ ഈ വ്യക്തിയെക്കുറിച്ച് ഉണ്ടാകാം, ഒരുപാട് ചിന്തകൾ ഉണ്ടാകാം. കാരണം നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്നിങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു വ്യക്തിയെക്കുറിച്ചുണ്ടാകും. അതുകൊണ്ട് അതിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാകും, നല്ല നല്ല ചിന്തകളും ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് തെറ്റായി ചിന്തിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് തെറ്റ് ചിന്തിച്ചുകൊണ്ട് ഈ വ്യക്തിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കാരണം ഈ വ്യക്തി അത്ര വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല എന്നും ഈ വ്യക്തി നിങ്ങളെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടാകാം. അത് സാഹചര്യങ്ങൾ കൊണ്ടും ശത്രുക്കളുടെ അമിതമായ കടന്നാക്രമണങ്ങൾ കൊണ്ടുമാണ് അങ്ങനെയെല്ലാം പെരുമാറേണ്ടിയും സംസാരിക്കേണ്ടിയും വന്നത് എന്നാണ് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചശക്തി പലതരത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ഈ വ്യക്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ആ ഒരു മാനസിക അവസ്ഥ അല്ലെങ്കിൽ മനസ്സിനെ ശക്തിപ്പെടുത്താനാണ് ഈ വ്യക്തിക്ക് അതൊരു അനുഗ്രഹമായി തീർന്നിരിക്കുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ഭയങ്ങളെല്ലാം തന്നെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുമായി ഒരുമിച്ചുള്ള ഒരു ബാലൻസിങ് എനർജിയിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ കരിയർ പരമായിട്ടൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അത് പഠിക്കുന്നതിൻ്റെ ആകാം, എന്തെങ്കിലും ബിസിനസ്സോ ജോലിയോ ചെയ്യുന്നതിൻ്റെ ആകാം. എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി വിജയം കണ്ടെത്തുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ വായനയിൽ ലഭിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഇത് കേട്ട് സന്തോഷമായി എന്നും ഉപകാരപ്പെട്ടു എന്നും വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായി ഒരുമിച്ച് സന്തോഷിച്ച് ആനന്ദിച്ചുല്ലസിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യത്തിലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.